ഉപ്പാടും ഉമ്മാടും വെഡിങ് ആവശ്യമാണ്. അപ്പൊ ഇനി പുതിയ ഇറക്കിയിട്ടുള്ള വെച്ചാല് ഹലോ ഗായ്സ്, അപ്പൊ ഞെട്ടിക്കൽ ബിരിയാണി ട്രെൻഡ് കഴിഞ്ഞു. പുതിയ സാധനം നമ്മുടെ ഇറക്കുന്നത് ഞെട്ടിക്കൽ സർപ്രൈസ്. ഉപ്പാടെയും ഉമ്മാടെയും വെഡിങ് ആവശ്യമാണ്. അപ്പൊ അതിന് ഞാൻ പുതിയ ഇറക്കിയിട്ടുള്ളതെന്ന് വെച്ചാല് മുന്നത്തെ ഒരു വീഡിയോയിൽ ഭയങ്കര വിവാദകരമായ ഒരു സംഭവം ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാരെയാണ് ഞാൻ വീണ്ടും ഇറക്കിയേക്കണത്. എന്തിനാ വെച്ചാൽ അത്രയും ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അധികം പറഞ്ഞാൽ ലാഗാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അവരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താ സർപ്രൈസ്, എന്താണ് ഞെട്ടിക്കുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. ബാ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് അന്നാക്കിക്കോ, ഇന്ന് ഉപ്പാടെയും ഉമ്മാടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് വരുന്നത്? 29ാമത്തെ. പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഹാപ്പി വെഡിങ് എന്ത് തോന്നി? മനുഷ്യന്മാരെ പേടിപ്പിച്ചു. ഉപ്പാക്ക് എന്ത് തോന്നി? ഇങ്ങനെ ഒരു ആഘോഷം നമ്മുടെ ആൾക്കാരാണ്. കറക്റ്റ് ഒറിജിനാലിറ്റി തോന്നിയില്ലേ നിങ്ങള്? ഞങ്ങളെ പ്രാങ്ക് പ്രശ്നമില്ലാതെ ഒരു വിഷയമില്ലാതെ നല്ല രീതിയിൽ നിൽക്കുമ്പോ ഈ സംഭവം ശരിയാണ്. വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ശരി. എന്നിരുന്നാലും ഇങ്ങനെ വന്നിട്ട് ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്ത് തോന്നി പെട്ടെന്ന്? ഞാൻ വിചാരിച്ചത് എന്താ സംഭവം. മണാട്ടി കണ്ടുവാ, എന്ത് വിചാരിച്ചു? ആകെ പേടിച്ചു. ഞാനും ഇവിടുന്ന് പോവാളെ വഴി നോക്കി എങ്ങനെ രക്ഷപ്പെടുന്നുള്ള വഴി നോക്കിയിരുന്നു. ഇവരാരും കാണാനില്ല. സംഭവം ശരിക്കും പറഞ്ഞ തകർത്തുങ്ങള്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ജീവിച്ചു. നിങ്ങള് കിളിമാറി അത്ര ഗൗരവത്തിലല്ലേ ഒന്നും പറയല്ല. ഇപ്പതാ ഞെട്ടിക്കല് കഴിഞ്ഞു. ഞെട്ടിക്കൽ സർപ്രൈസ് ആയിരുന്നല്ലോ. ഇനി ഞെട്ടിക്കൽ കഴിഞ്ഞു, ഇനി സർപ്രൈസ് ഉള്ള വാ. അപ്പൊ ഇവർക്ക് കൂടിയ എന്തോടെ അടിച്ചിട്ടുള്ളത് ഇവരൊന്നും അടിച്ചിട്ട് വന്ന വിചാരിച്ചത്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് അപ്പേ ഇപ്പൊ ഇനി അടുത്തത് ഇനി ഞെട്ടിക്കൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി ഇവർക്ക് സർപ്രൈസ് ആണ് കൊടുക്കാൻ പോണത്. അപ്പൊ ഹാപ്പി വെഡിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഉപ്പാക്കും ഉമ്മാക്കും എന്ത് ചെയ്ത് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോണ്. ഇടുവാ. ഓക്കെ ഓക്കെ, കണ്ണു തുറക്കരുത്, കണ്ണു തുറക്കരുത്. ഓക്കെ ശാലിയോ, കണ്ണു തുറന്നോ? ശരിക്ക് എന്ത് തോന്നണേ? തകർത്തു. ഇങ്ങനെ ഉണ്ടായിട്ടില്ല മുന്നേ. ഇപ്പൊ ഇനി അടുത്ത് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാം. അവിടെ പല ഒച്ചയും കേൾക്കും. ഒച്ച ഇട്ടതാ. അപ്പൊ കേക്ക് മുറിച്ചോ. ഹാപ്പി വെഡിങ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആകെ ചീറ്റിലും മൂറ്റിലാണ് മൊത്തത്തില്. എന്തേത്
അതാ പൊട്ടലുണ്ട്. ആ ചെറിയ അടിക്ക് താത്തിട്ടില്ലല്ലോ. ടിഷ്യൂല്ല അവർക്ക് പിന്നെ കൊടുക്കും. അതിന്റെ ആവശ്യം താങ്ക് യു ഓക്കെ അതെന്താ വെച്ചാല് പട കൈമ കേൾക്കണ്ടായിരുന്നു. അത് വെച്ച മൊത്തം മടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഥ കണ്ട് കറക്കിയത്. അപ്പൊ ഫുള്ള് പോയി. ഇവിടെ ഭയങ്കരമായിട്ട് കേക്ക് മുറിക്കുക തുടങ്ങിയപ്പോണ്ടല്ലോ. കേക്ക് മുറിയല്ലോ അവിടെ എന്താ നടക്കണേന്നേ. അവിടെ എന്താ ഒച്ചമള കണ്ടപ്പേ അത് നോക്കട്ടെ എന്താണ് അവിടെ അങ്ങോട്ട് പോയേക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഞെട്ടിക്കൽ സർപ്രൈസ്? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഷുഗർ പിൽസിന്റെ സാന്നിധ്യം അത് നമ്മുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അല്ല, കല്യാണം ആയിക്കോട്ടെ, എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, ഇല്ലാച്ചെങ്കിൽ ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, പള്ള ഉണ്ടായിക്കോട്ടെ, ഷുഗർ പിൽസ് അത് സസ്പെൻസ് ആയിട്ടാ ഒരു വരില്ലേ. അതാണ് അപ്പൊ നമ്മളെ ഈ പരിപാടി സർപ്രൈസ് ആക്കിയത് ഷുഗർ ഫിൽസ് തന്നെയാണ്. പറയണം ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ള പുൽക്കൂട് പോലെയൊക്കെ കണ്ടിരുന്നേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ സീസൺ ആയതുകൊണ്ടാണ് പുൽക്കൂട് ടൈപ്പിലുള്ള ഒരു ഞെട്ടിക്കൽ സർപ്രൈസ് കൊടുക്കുന്നത്. കിട്ടുവാടാ ഇനിയുണ്ടോ ഈ സ്റ്റൈല് ഭയങ്കര ഇങ്ങനെ ഇനിയുണ്ടായി. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് പോയിട്ട് മുന്നേ ഉപ്പാക്ക് ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ഷുഗർ ഫിൽസ് കൊടുക്കുന്നുണ്ടായിരുന്ന അതിന്റെ മുട്ടായി സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാണ്. ശാലു ഇതാ ഉമ്മാക്ക് കൊടുക്കാണ്. ഇതാ ടെഡിയും മിഠായികളൊക്കെ ഉണ്ട്. ഓക്കെ വെൽക്കം. അപ്പൊ ഇനി ബാക്കി വീട്ടിൽ നിന്ന് ഇടക്കിടക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മനസ്സിലായില്ലേ? ബാ അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദാ വെഡിങ് ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റുകളാണ് ഇനി എന്ത് ചെയ്ത് ഇതാ ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇനി ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ട് പൊളിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഇത് നമ്മള് ഗിഫ്റ്റുകൾ അൺബോക്സിങ് ആണ് അടുത്ത നമ്മുടെ സെക്ഷൻ. എന്തൊക്കെയാണ് ഗിഫ്റ്റുകൾ തുറന്നോക്കണ്ടേ? എന്താ ആദ്യം ഗിഫ്റ്റ് തന്നിട്ടില്ല, അതിന്റെ മുന്നിൽ ആദ്യം കാണിച്ചു തന്നതാണ്. അപ്പൊ ആരൊക്കെയാണല്ലോ ഓരോരുത്തർ പറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തപ്പന്നെ പൊളിപ്പിച്ചിട്ടുള്ളതാണ് ഗിഫ്റ്റ് അൺബോക്സിങ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മള് എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ ആനിവേഴ്സറി ആഘോഷിക്കാറുള്ളതാണ്. പക്ഷെ ഇന്നേ വരെ നമ്മൾ ആനിവേഴ്സറി വ്ളോഗോ ഇല്ലെങ്കിൽ അതിന്റെ സെലിബ്രേഷൻ നമ്മൾ ഇന്നേ വരെ ഇട്ടിട്ടില്ല. നമ്മുടെ എല്ലാ വർഷത്തെ ആനിവേഴ്സറി ഇതുപോലെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് നമ്മുടെ ഓഡിയൻസിന് നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ ഓരോന്ന് നമ്മൾ അവിടെ ഇരിക്കുക, ഇവർക്ക് ഓരോന്ന് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് തുടങ്ങുന്നത് ഉപ്പാക്കുമാക്കും ഓരോരുത്തർ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെ കൊടുത്ത് അപ്പന്നെ പൊളിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മുബാറക്കിന് വിഷ് ചെയ്യണം പറയുന്നത്. അതെ, ഉപ്പാക്കും ഉമ്മാനെയും എന്റെ ഉപ്പാനെയും ഉമ്മാനെ പോലെ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ആദ്യം നമ്മൾ പൂ കൊടുത്ത് വിഷ് ചെയ്യും. ഓക്കെ, വിഷ് ചൈനയിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്താണ്. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം മേടിച്ച പൂവാണ്. ഈ പൂവ് അവിടെ ഈ മാസത്തിൽ മാത്രമേ വിരിയുള്ളൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവും. താങ്ക് യു. മുബാറക്കിന് ഇനി ഇതിനായിട്ട് വലിയ പൂവ് ഇനി ഞങ്ങൾ തരാൻ യോഗ ഉണ്ടാവട്ടെ.
അപ്പൊ ഇനി അടുത്തെന്ന് വെച്ചാല് ആദ്യം നമ്മുടെ കപ്പിൾസ് വെഡിങ് ആനിവേഴ്സറി ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആവട്ടെ അല്ലേ? അത് ആദ്യം വെയിറ്റ് ചെയ്യാം. ഉപ്പ ആദ്യം ഉമ്മാക്ക് കൊടുക്കട്ടെ ഗിഫ്റ്റ്. ചെറിയ ഉപഹാരം. താങ്ക് യു. അടുത്തത് അതിനായിട്ട് വലിയ ഉപഹാരം. ഇപ്പൊ ഉപ്പാടെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതാപ്പത് മൂന്നും പൊളിച്ചു വെക്കുമ്പോ എന്തൊക്കെയാണ് ഉപ്പ ഉമ്മക്ക് തന്നതെന്ന്. ഇത് ചെരിപ്പാവാനാ സാധ്യത. ശരിപ്പാ ഭയങ്കര ഗസ്റ്റ് ഭയങ്കരമായിട്ട് ചോദിക്കാണ്ട് തന്നെ ഗസ്റ്റ് ചെയ്ത് ശരിയാണോ തെറ്റാണോ നോക്കാം. ഒരു കട്ടുള്ളത് നല്ലതായിരിക്കും. ഉമ്മ പേടിച്ച് ചെരിപ്പ്. അല്ല കൂടുതൽ ചെറുപ്പാക്കാനാ. അതൊക്കെ ചെറുപ്പക്കാരികൾ ഇടുന്നാ. ഇതൊക്കെയാണ് മോഡൽ ഐറ്റം. ആ കുതിര സവാരിക്ക് പോവാ, കൈക്കോട്ട് കിടക്കാൻ പോകുമ്പോടാ ആ അമ്മനെ ഫ്രീക്കാക്കാണ് ഞങ്ങള്. അടുത്ത് വിളിച്ചു നോക്കാം നമുക്ക്. ഇതെന്താ എന്താ അല്ല ഇതെന്താ? ഇത് പിടികിട്ടുന്നില്ല. ഇത് കത്തി വേണം. വേണ്ട ചാവി വേണ്ട മട കൈ. സൂപ്പറായി, അടിപൊളി. താങ്ക് യു. ഇതെന്തായിരിക്കും? എന്തോ ഒരു പിടിയില്ലേ. ആപ്പിളിന്റെ ലേറ്റസ്റ്റ് വെച്ച് പോണം. ഫോണല്ല, ചിലപ്പോ ഹെഡ്ഫോൺ ആയിരിക്കും. കത്തിരിക്കുന്ന നല്ലത് വിറ്റാമിന്റെ ഗുളികേ. അന്റെ വയ്യായി മാറാനുള്ള ഗുളികയാവോ? എനിക്ക് വയ്യായി ഒന്നുമില്ല. ആ ഗുളിക തന്നെ. ഞാനും വിചാരിച്ചു. ഇത് ഫസ്റ്റ്. അത് ഫസ്റ്റ് ഉപഹാരം. രണ്ടാമത്തെ ഉപഹാരം. ഇനി പൊട്ടിച്ച് നോക്കിക്കോ. കത്തില്ലേ? ഷൂ ഇല്ലെങ്കിൽ ചെരുപ്പ്. പൊട്ടിച്ച് നോക്ക്. അതെ എന്റെ പെണ്ണ് ഈ പെണ്ണ് ഇട്ടിട്ട് എന്റെ പെണ്ണ് തന്നാ ഈ പൊളിച്ചാ മതിട്ടാ. ഇതിന്റെ പെണ്ണ് തന്നതാ, ഇത് ഞാൻ പൊട്ടിച്ചോളാം. വില കൂടി എന്തോ അപ്പൊ പറഞ്ഞ ഗസ്റ്റ് വളരെയധികം ശരിയാണ്. താങ്കൾക്ക് 1000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും. എന്താ മനസ്സിലാവില്ലല്ലോ. ഹലോ, ജസ്റ്റ് ലിറ്റിൽ നോട്ട് ടു വിഷ് യു എ മേരി ക്രിസ്മസ്. ആൻസി ഞാൻ എഴുതിയതല്ലത്. അതല്ലേ ഞാൻ ഉണ്ണി എഴുതിയതാവുന്നാ ഗസ്. അപ്പൊ ഞാനും ഗസ് ചെയ്തത് കറക്റ്റായിട്ടാ. നമ്മള് വിടാൻ പാടില്ലല്ലോ, മോശമാവാൻ പാടില്ലല്ലോ. ഇത് അടുത്തത് അതെന്താന്ന് പറയാ? ഗസ് ചെയ്യേ. വാച്ചാണോ എന്ന് സംശയം.
അടുത്തൊക്കെ പൊളിക്കാനേ കത്തി എടുത്തോട്ടാൽ നേരത്തെ അവനോണ്ട് ഈ എന്റെ പെണ്ണിനെ കൊടുത്ത് വിളിക്കാൻ ഇത് ഞാൻ നാണം കെടുത്തിയതാ. അവനക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ല. ഗസ് എന്താ പറഞ്ഞേ? വാച്ച് കത്തി വേണം മക്കളെ. പറഞ്ഞതാ. ഞങ്ങളൊക്കെ കൂടിയിട്ട് കൂട്ടുകൃഷിയാണ്. വാച്ചന്നിട്ട മക്കളെ, വാച്ചന്നെ കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിലുള്ള സാധനം കാണാണ്ട് സ്കാൻ ചെയ്ത് ഇപ്പൊ പറഞ്ഞു. വണ്ടർഫുൾ, താങ്ക് യു, താങ്ക് യു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഞാൻ കെട്ടിത്തര വാച്ച്. എന്നാ വാച്ച് കെട്ടില്ല, 29 കൊല്ലം മുന്നേ കെട്ടിയിട്ടുണ്ടായിരുന്ന വാച്ചാണ്. ഇതിലും തല തിരിച്ചിട്ടാവും നമ്മള്. അടുത്ത സെക്ഷൻ എടുക്കൂ. ഇനി അടുത്തത് ഞങ്ങളുടെയാണ്. മോന്റെയാണോ മരുമോന്റെയാണോ? രണ്ടാളും കൂടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ് തരുന്നത്. അതിന്റെ ഒരെണ്ണം ഞാൻ തരും, ഒരെണ്ണം അവള് തരും. ഓക്കെ. ഓക്കെ. ഇനിതാ ഇപ്പൊ ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ്. ഓക്കെ. എന്നാ രണ്ടാൾ കൊടുക്ക. ആദ്യം ഒരാള്, രണ്ടാളും ഒരുമിച്ച് തരുന്നേ. ഇത് ഒരെണ്ണം ഇപ്പൊ പിടിച്ചോ, ഒരെണ്ണം പിടിച്ചോ. ഓക്കെ. ഓക്കെ. പാക്ക് വലുതാണല്ലോ. ഒരെണ്ണം പാക്ക്, അതും പാക്കാണ്. ഞങ്ങൾ രണ്ടാളും കൂടി തരാണ്. ഓക്കെ. ഓക്കെ. എന്നാ താങ്ക് യു, താങ്ക് യു. ഇതും പൊട്ടിച്ച് നോക്കുക. ആദ്യം മട പൊട്ടിക്ക്. എന്താ ഡ്രസ്സാണോ? ഉറപ്പിക്കാമോ? ഓക്കെ. ഡ്രസ്സല്ല. പിന്നെന്താ? ഡ്രസ്സല്ലാത്തെന്തോ. ടെഡി ബിയർ. ടെഡി ബിയർ. ടെഡി ബിയറാ. സ്റ്റീൽ ബേഡ്. അപ്പൊ ഹെൽമെറ്റ് ആവൂ. ഇവിടെ വടകേസ് ഹെൽമെറ്റ് ആണോന്നാണ്. അല്ല, അത് ഇത് കണ്ടിട്ട് പറഞ്ഞതാ. അല്ല, പെട്ടി കണ്ടിട്ട് ഗസ് ചെയ്തപ്പ. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കവർ. ഞാന് ബാഗ് കച്ചവടം തുടങ്ങേണ്ടി വരും. പല കളറായിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഉമ്മാക്ക് ഇനി ഉപ്പാക്കുള്ളത് നോക്കാം. ഉപ്പാക്ക് എന്താ? എന്താ? ഹെൽമെറ്റ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രൂപല്ല. രൂപല്ല. എന്നാ തുറന്നു നോക്ക്. ബസ് ചെയ്യാൻ പറ്റില്ല. ആ ഹെൽമെറ്റ്. ഇത് ഹെൽമെറ്റാ തോന്നുന്നുണ്ട്. ഹെൽമെറ്റ് ആണെന്നാണ്. പെട്ടി കണ്ടിട്ട് പറഞ്ഞാണ്. പെട്ടി കണ്ടിട്ട് ഹെൽമെറ്റാ തന്നെ പറയുന്നത്. ഉപ്പ ആദ്യം തന്നെ പറഞ്ഞു. ഉമ്മ പറഞ്ഞത് പെട്ടി പൊളിക്കാണ്ട് മുന്നേ പറഞ്ഞിട്ട് ഹെൽമെറ്റ് ആവുന്നു. ഉപ്പ നേരത്തെ പറഞ്ഞ് ഹെൽമെറ്റ് ആവും. ഉമ്മ പറഞ്ഞത് ഹെൽമെറ്റ് ആണ്. ഉമ്മാടെ പെട്ടി കണ്ടിട്ട് പറഞ്ഞ് ഇതിന് പ്രത്യേകത തരാ. അതിണ്ട്. ഇട്. അതൊക്കെ ഇട്. ഇട്ട് കൊടുക്ക. ഇട്ട് കൊടുക്കണം. ഇട്. ഇതിട്ടില്ലേ? ഇതിന് ലോക്ക് ചെയ്ത്. അല്ല, കാണാനല്ല എവിടെയാണ് അതിന്റെ. ആണ്ട് ഇട്ടെ. 29ാം വാർഷികത്തിൽ ഭാര്യയും മകനും കൂടി ഉപ്പാനെ കൊന്നു എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇതിട്ടാ ഇതുണ്ട്. ഇതല്ല ഇതിന് പ്രത്യേകത. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഇതിപ്പോ ഇതാ സ്പോർട്സ് ആയിട്ട് സേഫ്റ്റി ഹെൽമെറ്റ് ആയി. സ്പോർട്സ് ഹെൽമെറ്റ് ആയി. ആണ്ടാ ഇതാ ഫുൾ ബാക്കിൽ ടൈലൊക്കെ ഉള്ളതാണ്. ഇതാ ഇവിടുന്ന് നോക്കിട്ടാ ഇങ്ങനെ ആക്കിയ ഓപ്പൺ ആയി. അടിപൊളി. ഇത് വേണമെങ്കിൽ ഇവിടത്തെ
അങ്ങനെയും വെക്കാം. ആണ്ടാ. അപ്പൊ ഒന്നും കാണൂല എന്ന് മാത്രല്ല. അല്ല, അത് sticker ഉണ്ട്. sticker കാണാൻ മതി. കാണണ്ടാ? അതാണ് correct. കണ്ടാ? പിന്നെ ഞോരുടെ കൂടി ഉണ്ടല്ലോ അതിങ്ങനെ ഇത് സ്റ്റിക്കർ വരച്ചാണോ? ഇതാ ഒക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത ജാതിയൊന്നും അല്ലല്ല വണ്ടി പിടിക്കണ്ടേ അപ്പൊ അടുത്ത ഗിഫ്റ്റ് ഞാനിത് നേരത്തെ ചോദിച്ചു. എന്താണ് നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം നാത്തൂൻ ഞങ്ങളെ സ്വന്തം സിസ്റ്റർ മടിപ്പാടി ഒരേ ഒരു മോള് ഷാനാസിന് ഗിഫ്റ്റാണ്. ഇവിടെ ഉണ്ട് അവര്. ഒന്ന് കാണിച്ചോ ഹായ് പറ. അവര് ഓൾക്ക് വരാൻ പറ്റാത്തോണ്ട് ഓളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനാണ് കൊടുക്കണത്. എല്ലാ വർക്കും ചെയ്ത് രണ്ടാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതെ അതെന്താ എന്താ ആർക്കുള്ളതാന്ന് പറയാ. രണ്ടാൾക്കും രണ്ടാക്കും എന്താ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ക്ലൂ തരയോ? ക്ലൂ തയോ? കൊടുക്കരുത്. നീ ഒട്ടിച്ച് ഉണ്ട്. ഇത് കീറെടുത്ത് ഒട്ടിക്കലല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് മറ്റേ മിഠായിയോ? ഫുഡ് മസാജർ. ഇത് മറ്റേ എർത്ത് കയറ്റണത്. കാലത്ത് അത് നല്ല സാധനം. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരു മസാജ് ഞാൻ ഒരു ചെറിയ ഷോക്ക് കിട്ടും. അത് നല്ലൊരു സാധനം. അതാണ് ഇതെന്താ പറഞ്ഞത്? ഇതെന്താന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതം. വെയിറ്റ് ഉണ്ട്. ഇതെന്താന്ന് പറഞ്ഞ വേറെ സമ്മാനം എനിക്ക് വല്ല ഐഡിയ ഉണ്ടിച്ച് പറയേ, ഞാൻ പറഞ്ഞോളാം. എന്തായിരിക്കും? ഒരു പിടിയില്ല. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റും. പറ്റും. എന്തിനു പറ്റും? സ്പോർട്സ്, രാഷ്ട്രീയം, അല്ലെങ്കിൽ വീടിന്റെ ഉൾക്കുള്ളത് സ്പോർട്സ്. കറണ്ടിൽ കുത്തുന്നതാണോ? കറണ്ടിൽ കുത്തുന്നതാണോ? താങ്കൾക്ക് വല്ല ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറയാം. പൊളിക്ക് അത് ഞാൻ പറയാം. വേണ്ട, പൊളിച്ചിട്ട് പറയണ്ട. ഏകദേശം ഞാൻ പറയാം. പറയണ്ട. വേണ്ടല്ലേ? മസാജ് മെസ്സേജ് പോലെ തന്നെ ഉള്ളത് കാണുന്നു. എന്നാ പോലെ തന്നെ അല്ല, മസാജർ, ഹെഡ് ആൻഡ് ഷോൾഡർ മസാജർ. ഓ, വളരെ നല്ല ഉപകാരമുള്ള സാധനമാണ് ചൈനക്ക്. പിന്നെ മറ്റേ കഴിഞ്ഞ ലെഗ് മസാജ് ഒന്നുമില്ലേ, ഷോൾഡറിൽ ഇടുക, അത് കാലിലോണ്ട് ഇടുക, എന്നിട്ട് ഇരുന്നപ്പോ ഷോൾഡറും ലെഗും ഒക്കെ മസാജ് പുറം ചെയ്യാൻ പറ്റും. പുറം ചെയ്യാം. എവിടെ ആണെങ്കിലും വെക്കാൻ നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. ഒക്കെ ചെക്ക് ചെയ്താണ്. അതെ. ഓക്കെ സൂപ്പർ. ഓക്കെ രണ്ടാളും കൂടി പിടിക്കട്ടെ. അടുത്ത മുല്ല കൊടുക്കുകയാണ്. ഇത് ഫോട്ടോ ഫ്രെയിമാണ്. ഇത് ഫോട്ടോ ഫ്രെയിം. ഇത് ഫോട്ടോ ഫ്രെയിം. ഇല്ലാടി തന്നെ. ഓ, അടിപൊളി. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? ഞങ്ങളുടെ കല്യാണത്തിന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത്. മോളുടെ കല്യാണത്തിനാണ്.
ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോകള് അത് പൊളിച്ചുട്ടാ. തകർത്തു. ഇത് BMW ബ്രാൻഡ് തന്നിട്ടുള്ളതാണ്. എന്താന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ ഒരു കാർ തരാന്ന് പറഞ്ഞിട്ടുള്ളത്. BMW ബ്രാൻഡ് തന്നിട്ട് അങ്ങനെ കാര്യം അവതരിപ്പിച്ചപ്പോ അവര് ഗസ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഉത്തരം പറയും, ക്യാമറയിൽ വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കാർ സമ്മാനിച്ചു തരാം. അതെ, രണ്ടാളും പിടിക്കും. ഇത് ടോയ് കാറ്. നിങ്ങള് ടോയ്ക്കാർക്ക് അല്ല, രണ്ടാളും ഒന്നും പറയണ്ട. എന്തിനു പറ്റിയതാ ക്ലൂ അല്ല ഉപകാരമുള്ള സാധനം. ഉപകാരമുള്ളതാ. ഉമ്മാക്ക് ഉപകാരമുള്ളതാണ്, ഉപ്പാക്ക് ഉപകാരം. രണ്ടാൾക്ക് ഉപകാരം. അപ്പൊ ചിലപ്പോ ഇത് നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഉപയോഗിക്കാൻ പറ്റും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പെർഫ്യൂം ആണോ? ഉപയോഗിക്കാം. അപ്പൊ അവര് തന്നെ പറയാൻ അല്ല, ക്ലൂ ചോദിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഒരെണ്ണം പറയുക. ടോയിന്റെ ഐറ്റം ആയിട്ടാണ് തോന്നുന്നത്. നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഉപയോഗിക്കാൻ പറ്റില്ല. പറയേ. ഞാൻ പറഞ്ഞു ഒരെണ്ണം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ. ഇല്ല എന്നെ രാവിലെ എണിച്ചാ ഉപകാരപ്പെടുന്ന ആവശ്യമാണ്. ക്ലോക്ക് ആണോ? ബാക്കി എന്താ Face wash. പിന്നെ രാവിലെ തന്നെ ബ്രഷ് ആണ്. അതിപ്പോ നമുക്ക് ആവശ്യമുള്ളതല്ല, നമ്മളിപ്പോ എനിക്ക് ആവശ്യമാണ്. അത് ഉപയോഗിക്കാറില്ല. അത് അതിൽ വേണ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഗസ്റ്റ് എന്താ കൊടുക്കാറ് അവര് തരാൻ പറ്റില്ല. അത് മാത്രമൊന്നല്ലല്ലോ, ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. അതന്നെ ബ്രഷ്. അതെ, ഇത് അവരൊരിക്കലും ഡൈ ആവാതിരിക്കാൻ ഡൈ തന്നിട്ടുള്ള അല്ലേ? പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ലടാ. ഇവരെന്താ ഡൈവ് ഉപയോഗിക്കാറില്ല. അത് വയസ്സായിട്ടുള്ളതാ. ബ്രഷിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇത് കൺമഷി. എന്തായാലും ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചു. അത് കറക്റ്റ് കിട്ടി. അത് ഈ പൗഡർ ഇതിലല്ലേ കൂട്ടാണ്ടാണ് തന്നിക്കുന്നത്. അത് അവരെ കടയിൽ പോയിട്ട് തരും പറയാം. മനസ്സിലായി? കൂട്ടാൻ പക്ഷെ ഇത് പറഞ്ഞതിന്റെ BMW കാർ എപ്പോ കിട്ടും? പക്ഷെ പറഞ്ഞിട്ടുള്ളൂ, ഇത് മൊത്തം പറഞ്ഞിട്ടില്ല. അതിന് കൊറേ ഐറ്റം ഉണ്ട്, ചിലപ്പോ പറയണം. ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ യൂസ് ചെയ്യാറില്ല അല്ലേ? ഇല്ല. ഇതുമില്ല, ഇത് ഉപയോഗിക്കാറില്ല. ബ്രഷ് ഉപയോഗിക്കാറില്ല. പക്ഷെ ബ്രഷ് ഉമ്മ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഉമ്മ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കൂ. കപ്പിൾ ബ്രഷ് തന്നെ ഓരോ കളറുള്ളത് കോഴിക്കോട്ടെ ഒരു ഇറ്റ് കൂടി ഉണ്ട് കേട്ടോ. വലിയ കിട്ടട്ടാ. നമ്മുടെ അളിയൻ, നമ്മളെ അളിയൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഇവർക്കുള്ളത്. മരുവൻ. മരുവൻ, എന്റെ അളിയൻ. അപ്പൊ അവരുടെ മരുവൻ. ഓക്കെ, ഇതെന്താ ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്കാണ്. നോക്കിക്കോ. മാടൻ പഴയ കല്യാണ ഫോട്ടോ എന്ത് ഇതാക്കി കൊടുത്തത്. ഈ സ്ട്രോബെറി ഒക്കെ ഉണ്ട്. അജു അടിപൊളി. ഫ്രീസ് ആയിട്ട് ഇരിക്കണ്ട തറത്ത മാൽബറിയിലെ ഫ്രീസ് ആയിട്ട് ഇരിക്കുക. അതർത്തു. കേക്ക് കട്ടിയില് നേരത്തെ ടോപ്പിക്സ് ഒക്കെ സ്ട്രോബെറി കിവി ഒക്കെ ഇരിക്കുന്നായിരുന്നത്. നല്ലതാ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ചെലവ് വന്നിട്ടുള്ളത് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷനും കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് മൊത്തം അൺബോക്സിങ് കഴിഞ്ഞു. നമ്മളിപ്പോ ഫാമിലി തുടങ്ങിയിട്ട് ഇപ്പൊ അധികമായിട്ടില്ല. ഇതുപോലത്തെ ഞങ്ങളുടെ ഫാമിലി കണ്ടന്റ്സ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, തന്നെ പറയാം. വേറെ എന്തെങ്കിലും പറയണ്ട? വേറൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. ചാനൽ എന്തെങ്കിലും പറയണ്ട? കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. മുബാറക്കിനോ? ഞാൻ ഇത്രയും ഒരു അടിപൊളിയായിട്ട് ഇവരെ എല്ലാ കൊല്ലവും ആഘോഷിക്കുന്ന ഞാനും കൂടെ ഉണ്ടാവണം. ഇനിയും ഇതിനും അധികമായിട്ട് നമ്മൾ ആഘോഷിക്കും. ഓരോ വട്ടം നമ്മള് കൂടി 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 വരും. ഓക്കെ, മുല്ലക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയല്ലേ. സന്തോഷം. സന്തോഷം. അത് തന്നെ. നിങ്ങള് സന്തോഷിക്കില്ലേ? ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. അത്ര വേണ്ടുള്ളൂ. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണെന്നൊന്ന് കമന്റ് ഇടുക. ഓക്കെ, ബൈ.